ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാൻ ആർ വിഷ്ണുവിൻ്റെ മൃതദേഹം തിരുവനന്തപുരത്തെ വീട്ടിലിപ്പോൾ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. അനേകായിരങ്ങൾ അന്ത്യ അശ്രുക്കൾ പൊഴിച്ച് അവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് പേർ ആദരം അർപ്പിക്കുന്നു. സേന ഉൾപ്പെടെയുള്ള പല ആളുകളും വല്ലാത്ത ആ നാടിനെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ടാണ് കരിമൺകോട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിയത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് കരിമൺകോട് ശാന്തി കുടീരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക. ഈ വീട്ടിൽ നിന്ന് അജീഷ് ജയകുമാർ നമുക്കൊപ്പം ചേരുന്നു. വളരെ ദുഃഖാർദ്രമായ സാഹചര്യവും ഒക്കെയാണ് ഈ വീട്ടിലുള്ളത്. സന്തപ്ത കുടുംബങ്ങൾക്കൊന്നും ഈ വിയോഗം താങ്ങാൻ കഴിയുന്നില്ല. വിശദാംശങ്ങൾ പറയുക അജീഷ്. നമ്മളെല്ലാവരെയും നൊമ്പരപ്പെടുത്തി മടങ്ങിപ്പോയ ധീരജവാൻ വിഷ്ണുവിൻ്റെ മൃതദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. അല്പസമയത്തിന് ശേഷം അവിടെ നിന്ന് മൃതദേഹം നന്ദിയോട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുള്ള പൊതുമന്ദിരത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. അവിടെ ഏതാണ്ട് ഒരു അരമണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ച ശേഷം അദ്ദേഹം പഠിച്ച SKV സ്കൂളിലായിരിക്കും പിന്നീട് പൊതുദർശനം ഉണ്ടാകും. ഉച്ചവരെ അവിടെയായിരിക്കും പൊതുദർശനമുണ്ടാവുക. അവിടെ ഗവർണർ അടക്കമുള്ളവർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കും. ഇന്ന് പുലർച്ചെ 1:30 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഛത്തീസ്ഗഡിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. അതിനുശേഷം ആ മൃതദേഹം CRPF പള്ളിപ്പുറത്തെ CRPFിലെ ജവാന്മാരും തിരുവനന്തപുരത്തെ മേയറും MLA-മാരും ചേർന്ന് രാഷ്ട്രീയ പ്രവർത്തകരും ചേർന്നാണ് ഏറ്റുവാങ്ങിയത്. ആ ഏറ്റുവാങ്ങിയ മൃതദേഹം CRPFിന്റെ വാഹനത്തിൽ അകമ്പടിയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ ജന്മനാടായ നന്ദിയോട്ടേക്ക് കൊണ്ടുവന്നത്. രാവിലെ 6:30 അദ്ദേഹം ജനിച്ചു വളർന്ന അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിൽ നന്ദിയോട് ഫാം ഹൗസിലുള്ള കുടുംബ വീട്ടിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിച്ചു. അവിടെ ഒരുപാട് ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ അവിടെ എത്തിച്ചേർന്നത്. ശനിയാഴ്ച മരിച്ച ജവാന്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാൻ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഭാര്യയും 2 മക്കളും. ഈ 2 മക്കൾ 7 വയസ്സും 3 വയസ്സുമുള്ള 2 മക്കളാണ്. ചെറിയ കുട്ടികളാണ്. 1.5 മാസം മുമ്പാണ് അദ്ദേഹം അവസാനമായി ഈ നാട്ടിൽ തിരിച്ചെത്തിപ്പോയത്. അദ്ദേഹം ഏറെ സ്വപ്നം കണ്ട അദ്ദേഹത്തിന്റെ സ്വന്തമായ വീട്, ആ വീട് പാലുകാച്ചിലാണ് അദ്ദേഹം അവസാനമായി എത്തിയത്. പക്ഷേ ഏറെ കാലമൊന്നും ആ വീട്ടിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം കഴിയാൻ സാധിച്ചില്ല. അടുത്ത് ഈ ഏതാണ്ട് 10 വർഷത്തെ സർവീസ് കാലാവധി കഴിഞ്ഞ് ഏതാണ്ട് അടുത്ത മാസം 2 മാസം കഴിഞ്ഞ് നാട്ടിൽ ഓണത്തോടനുബന്ധിച്ച് കുടുംബത്തോടൊപ്പം സ്വന്തം വീട്ടിൽ ആഘോഷിക്കാമെന്ന് കരുതി തിരിച്ചു വരാനിരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു അപകടം, ഇങ്ങനെ ഒരു കൊലപാതകം നടന്നത്. നക്സൽ ആക്രമണത്തിൽ കുഴിബോംബിൽ പൊട്ടിത്തെറിച്ച്. പക്ഷേ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പോലും എല്ലാവർക്കും കാണാൻ സാധിച്ചില്ല. കാരണം അത്രയധികം ചിതറിപ്പോയിരുന്ന മൃതദേഹം. അതുകൊണ്ട് അത് പൂർണ്ണമായും നാട്ടുകാർക്ക് കാണാൻ സാധിച്ചില്ല. CRPFിന്റെ എല്ലാ സന്നാഹങ്ങളോടെ കൂടിയാണ് ഈ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിന് വച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിന് ശേഷം കുടുംബ വീട്ടിൽ നിന്ന് മൃതദേഹം എടുക്കും. എല്ലാവരും ഏറെ നൊമ്പരപ്പെടുത്തിയ ഒരു യാത്രയായിരുന്നു, ഒരു മടക്കയാത്രയായിരുന്നു വിഷ്ണുവിൻ്റേത്. അതിനുശേഷം എന്തായാലും 12 മണിയോടുകൂടി നമുക്ക് പാലോടുള്ള ശാന്തി കുടീരത്തിലായിരിക്കും അന്ത്യകർമ്മങ്ങൾ നടക്കുക. ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ വിഷ്ണുവിൻ്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്കാണ് നടക്കുക. എന്തായാലും ഈ വീരമൃത്യു വരിച്ച ഈ ജവാന് നമ്മുടെ ആദരാഞ്ജലികൾ.